എൻ്റെ പടവിൽ, എൻ്റെ വഞ്ചിക്കകത്ത് കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ, ഒരൊറ്റ വചനം കൊണ്ട് അതിനെ അടക്കാൻ കഴിയുള്ളവൻ എൻ്റെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പിന്മേൽ പോയിരുന്ന ജീവിതം എന്തുകൊണ്ടാണ് ഭയത്തിലേക്ക് മാറിയത്? കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ്, അല്പവിശ്വാസികളെ നിങ്ങൾ ഭയപ്പെട്ടത് എന്തിനാ? ഓ മാൻ ഓഫ് ലിറ്റിൽ ഫെയ്ത്ത്, ഒട്ടും വിശ്വാസമില്ലാത്തവരെ. ഭയങ്കര ആരോപണമാണ്. 37-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് വിശ്വസിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. വളരെ സാധാരണക്കാരായിട്ടുള്ള നമ്മളോട് വചനം അതേ ഭാഷയിൽ സംസാരിക്കുന്നതാണ്. അവിടുന്ന് നോക്കിക്കൊള്ളും. നിന്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് വിശ്വസിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. 37-ാമത്തെ സങ്കീർത്തനം 5-ാമത്തെ തിരുവചനം. അത് പറ്റാതെ പോയ ഒരാളെ കുറിച്ച് 1-ാമത്തെ വായനയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലോത്തിന്റെ ഭാര്യയാണ്. ഒന്നും എല്ലാ ഡയറക്ഷൻസും കൊടുത്തിട്ട് കർത്താവ് പറഞ്ഞു വിട്ടിട്ട് ആ സ്ത്രീ താൻ വിട്ടിട്ട് പോകുന്നിടത്തേക്ക് തിരിഞ്ഞു നോക്കുന്നു, ഇങ്ങനെ ഉപ്പുതൂണായിട്ട് നിൽക്കുന്നു. കർത്താവിനെ വിശ്വസിക്കാൻ, അവൻ്റെ വചനങ്ങളെ വിശ്വസിക്കാൻ, അവൻ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങളെ വിശ്വസിക്കാൻ, അനുസരിക്കാൻ പറ്റിയില്ലെങ്കിൽ ജീവിതം ഇങ്ങനെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്നു. അനക്കമുണ്ടാവില്ല. എങ്ങനെയാണോ അങ്ങനെയാണ് ഇങ്ങനെ നിൽക്കും. ഒരു മൂവ്മെൻറ്റും ഇല്ല. കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മളിങ്ങനെ വല്ലാതെ നിരാശപ്പെട്ടു തുടങ്ങും ഈ ജീവിതത്തെക്കുറിച്ച്. കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തെക്കുറിച്ച് വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാവും. ഈ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് തോന്നും. എന്നാൽ കർത്താവിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുന്നവൻ, വചനം പറയുന്നുണ്ട്, ആറ്റുതീരത്ത് നട്ട വൃക്ഷം കണക്ക് അവൻ എപ്പോഴും ഫലം ഉണ്ടാവും. എന്തൊരു രസമാണ് ജീവിതം, എന്തൊരു ഭംഗിയായിട്ട് കൊണ്ടുപോകേണ്ട ജീവിതം. ആഴി തന്നഗാധത്തേക്കാ